KKPP വ്ളോഗ്സിൻ്റെ ഒരു മോർണിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ അമ്പാടി സ്കൂളിൽ പോകുന്ന ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്ലോഡ് ചെയ്യുന്നത് പിന്നീടാന്നേ ഉള്ളൂ. ചിരട്ടപ്പുട്ടും കടലക്കറിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഉണ്ടാക്കിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് ഒരു അഡ്വാൻറ്റേജ് ഈ ചിരട്ടപ്പുട്ടും കടലക്കറി ഉണ്ടാക്കുമ്പോൾ ഉണ്ട്. കാരണം കടല നമുക്ക് കുക്കറിൽ വേവിക്കുകയും ചെയ്യാം, അതേസമയം നമുക്ക് മുകളിൽ പുട്ടും വെന്ത് കിട്ടും. അപ്പോൾ രണ്ടും ഒരേ സമയത്ത് നടക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് രാവിലത്തെ ഫുഡ് കൊടുക്കാൻ പറ്റും. എല്ലാ അമ്മമാരും തിരക്കായിരിക്കും രാവിലെ മക്കൾക്ക് ഫുഡ് കൊടുത്ത് വിടാനൊക്കെ സ്കൂളിൽ. പിന്നെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ കഴിക്കുകയാണല്ലോ. അപ്പം മാക്സിമം രാവിലെ അവർ ഫുഡൊക്കെ കഴിപ്പിച്ച് വിടാൻ ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ ഇപ്പം പോയ ദിവസം മഴയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ കടലക്കറിയിൽ തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്ന സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ എന്തെങ്കിലും പറ്റുമ്പോൾ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ഇങ്ങനെ ഒരു കറിവേപ്പില വെച്ചുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. ഇവിടെ രണ്ടുപേരെ ഫുഡ് കഴിപ്പിക്കാൻ ഒരു ഇച്ചിരി പാടാണ്. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വല്ല തക്കാളി അരിഞ്ഞ് വെക്കും, അല്ലെങ്കിൽ സവാള അരിഞ്ഞ് വെക്കും, എന്തെങ്കിലും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ അവരുടെ വിചാരം ഇതെന്തോ വലിയ സംഭവമാണ്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഇവരങ്ങ് ഭയങ്കര ആകാംക്ഷയോടെ കഴിച്ചോളും. ഞാൻ വാരി കൊടുക്കേണ്ട ഒരു കാര്യമില്ല, രണ്ടുപേരും തനിയേ കഴിച്ചോളും. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ പറ്റിക്കുക എന്നുള്ളതാണ് എൻ്റെ മേജർ പരിപാടി. അവരെ ഫുഡ് എങ്ങനെയെങ്കിലും കഴിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടി ചില കളത്തര പരിപാടികളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് രണ്ടുപേരും ഇരുന്ന് കഴിച്ച് രണ്ടുപേരും മുഴുവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ സ്കൂളിൽ പോയി വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. ഒരു സാധാരണ ഒരു ഗവൺമെൻറ് സ്കൂളാണ്, സ്റ്റേറ്റ് സിലബസാണ്. അപ്പം എല്ലാ മക്കൾക്കും ഏത് സിലബസിൽ പഠിക്കുന്ന മക്കളാണെങ്കിലും എല്ലാവർക്കും അവരുടെ സക്സസ്സിലേക്ക്, അവരുടെ ഒരു എയിമിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്കും നല്ലത് വരട്ടെ. ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. സത്യം പറഞ്ഞാൽ പഴയ ഒരു ഓർമ്മയിലേക്ക് എനിക്ക് പോകാനും പറ്റി. കാരണം നടന്ന് സ്കൂളിലേക്ക് ഇവരെയും കൊണ്ട് എപ്പോഴും അവിടെ ആ ബെഞ്ചിലിരുന്നപ്പോഴും ഒക്കെ ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് വരികയുണ്ടായി. എൻ്റെ എല്ലാ കൂട്ടുകാരെയും ഞാൻ ആ നിമിഷം ഓർക്കുകയും ചെയ്തു. അവരാരും ഓർക്കുന്നില്ലെങ്കിലും ഞാൻ ഓർക്കാറുണ്ട്. അപ്പോൾ എന്താണേലും നമ്മൾ